ഹലോ മക്കളെ, അപ്പോൾ +1 സീറ്റ് ലഭിക്കാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പുറത്തു നിൽക്കുന്നത് അല്ലേ? ഈ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ചെറിയ സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും ഇതിനോടകം അവസാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് പോലും 22,000-ൽ പരം കുട്ടികൾക്കാണ് ഇതുവരെ +1 ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാത്തത്. ഇതിൽ തന്നെ 200-ൽ പരം വിദ്യാർത്ഥികൾ ഫുൾ A+കാരാണ്. അപ്പം ഈ ഒരു സീറ്റിന്റെ ഷോർട്ടേജ്, അതായത് ഈ ഒരു സീറ്റിന്റെ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിസഭാ യോഗം നടക്കുന്നതായിരിക്കും. അതിലൂടെ പുതിയ ബാച്ചുകൾ അനുവദിക്കാനുള്ള തീരുമാനങ്ങൾ ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് മലബാർ ഏരിയയിലുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു സീറ്റിന്റെ ക്ഷാമം കൂടുതലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുക. കോഴിക്കോട്, പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ ഈ ഒരു പുതിയ ബാച്ചുകൾ അനുവദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് അത് താത്കാലിക ബാച്ചുകളായിരിക്കും. ആൻഡ് ഇത് തുടങ്ങാൻ പോകുന്നത് സർക്കാർ സ്കൂളുകളിലാണ്. അതായത് സർക്കാർ സ്കൂളുകളിലാണ് ഈ പുതിയ താത്കാലിക ബാച്ചുകൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഹ്യൂമാനിറ്റീസ് ബാച്ചുകളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇതുവരെ നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പുതിയ താത്കാലിക ബാച്ചുകൾ വരുന്നതോടുകൂടി ധാരാളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്തായാലും സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും അല്ലേ? ഈ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഇവർ പരിഗണിക്കാൻ പോകുന്നത് ഈ പുതിയ ബാച്ചുകളായിരിക്കും. അതായത് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത് ഈ പുതിയ താത്കാലിക ബാച്ചുകളിലേക്കായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും നിങ്ങളുടെ കോൺഫിഡൻസ് കൈവിടരുത്. ഇനി +1 +2 പഠിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ ഒരു സ്കൂളിൽ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിൽ, ഈ പുതിയ താത്കാലിക ബാച്ചിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അലോട്ട്മെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പുതിയ അപ്ഡേറ്റ്സും ഞങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഏഗൺ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, ഇനി ട്രാൻസ്ഫർ അലോട്ട്മെന്റിനും കുറേ അപ്ഡേറ്റുകൾ വരാനുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.